ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പുട്ടിൻ്റെ അപ്പത്തിൻ്റെയൊക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കി വന്നാലോ. പയറുകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 8 മണിക്കൂർ കുതിർത്ത ചെറുപയർ 1 കപ്പ് അളവിൽ ഞാൻ പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് 2 വിസിലിന് വേവിച്ചെടുക്കാം. കറിയിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ആണ് അരച്ചെടുക്കുന്നത് കേട്ടോ. തേങ്ങ ഇവിടെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ പയറിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാമേ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. 3-4 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 വറ്റൽമുളക്, 2 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പുട്ട്, അപ്പം, ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ കറിയാണിത്. ഇപ്പോൾ ഉള്ളിയും കടുകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പയറുകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.